ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നും ഞാൻ കാറിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഇന്ന് ഞാൻ ജസ്റ്റ് ഒരു ഷോപ്പിങ്ങിന് വേണ്ടി പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വാൾമാർട്ടിൽ പോവും, കോസ്കോയിൽ പോവും, ചിലപ്പോൾ കോസ്കോയിൽ പോവും, പിന്നെ എവിടെയാണ് ഹോം ഡിപ്പോയിൽ പോവും. ചെറിയ ചെറിയ ഷോപ്പിംഗ് ഉള്ളൂ. അപ്പോൾ ആ ഒരു വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. ഇന്ന് എടുക്കണോ വേണ്ടോ എന്ന് ഇപ്പോഴാണ് ഞാൻ ആലോചിച്ച് എടുക്കാമെന്ന് വിചാരിച്ചേ. പിന്നെ ട്രൈപോഡൊക്കെ വാങ്ങിച്ചൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഐ ഡോണ്ട് നോ, നമുക്ക് കണ്ടിന്യൂ ചെയ്യുമോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. കണ്ടിന്യൂ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. പഴയ പോലെ പണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ 2020 കൊറോണയ്ക്ക് മുമ്പ് മറ്റേ കുറേ യൂട്യൂബേഴ്സിൻ്റെ വേവ് വരുന്നതിൻ്റെ മുമ്പ് 2020 ജാനുവരിയിൽ ഞാൻ തുടങ്ങിയതാണ്. മാർച്ചിലല്ലേ നമുക്ക് കോവിഡൊക്കെ വന്ന് ഭയങ്കര പ്രശ്നമായത്. 2020 ഞാൻ തുടങ്ങി. ജാനുവരിയിൽ ഞാൻ ആഴ്ചയിലൊരു 4-5 വീഡിയോ മേക്കപ്പ് വീഡിയോസ് ഇടായിരുന്നു. ഒരു സ്ലോ പ്രോസസ്സായിരുന്നു എൻ്റെ ചാനല്. പക്ഷെ പിന്നെ അതിങ്ങ് കല്യാണം കഴിഞ്ഞ് പിന്നെ ഞാൻ ചെയ്തു. പക്ഷെ പിന്നെ അതിങ്ങ് ഞാൻ കാനഡയ്ക്ക് വരുന്ന ആ ഒരു ഇതിലെല്ലാം ഞാൻ ഭയങ്കരമായിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടു. അത് ഭയങ്കര പിന്നെ ഞാൻ ഡിലീറ്റും ചെയ്തു. പിന്നെ എനിക്ക് ക്രിഞ്ച് അടിച്ചു. പിന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഡിലീറ്റ് ചെയ്യണ്ടായിരുന്നു. ഇപ്പോൾ കുറേ പഴയ എൻ്റെ 5 കൊല്ലമുള്ള മുമ്പുള്ള വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് അറിയാം, കുറേ മെമ്മറീസ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇത് കണ്ടതേ ഉള്ളൂ. അപ്പം ഞാൻ പ്രൈവറ്റ് ആക്കി ഇട്ടേക്കായിരുന്നു, ഇപ്പം ഞാൻ പബ്ലിക് ആക്കി. അതൊക്കെ ഒരു മെമ്മറീസ് ആണ്. നമ്മൾ അങ്ങനെയൊക്കെയാണല്ലോ വരുന്നത്. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ഞാൻ പണ്ട് തുടങ്ങിയ ഒരാളായിരുന്നു. ഞാൻ 75 വീഡിയോസോളം ഇട്ടിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടാൻ പോവായിരുന്നു. എന്തോ 3800 അവേഴ്സ് എന്തോ ആയിട്ടുണ്ടായിരുന്നു. 200 അവേഴ്സും കൂടെ മതിയായിരുന്നു എനിക്ക് മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടി. 1 ഇയറിൽ കൂടുതൽ എടുത്തു അത്ര ആവാൻ വേണ്ടി. പക്ഷേ ഞാൻ ഡിലീറ്റ് ചെയ്തു പോയി. ഞാൻ കണ്ടിന്യൂ ചെയ്തില്ല. കണ്ടിന്യൂ ചെയ്യായിരുന്നു. പിന്നെ അതുകൊണ്ട് ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു വീഡിയോ എടുക്കാം, നോക്കാം, പഴയ പോലെ ആ ഒരു ഇതിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. അത്രേ ഉള്ളൂ. ഓക്കെ, ഞങ്ങളിപ്പോൾ ടിം ഹോട്ടൽസിൽ കോഫി മേടിക്കുകയാണ്. ഞാൻ കോഫി മേടിക്കുകയാണ്. ഞാൻ ഡബിൾ സുൽപ്പിട്ട് ട്രിപ്പിൾ വേണം. ഡബിൾ നിന്ന് റെഗുലറിലേക്ക് ആവണം. അതാണ് മിഷൻ. അങ്ങനെ ഇത് കളയണ്ടേ? ഇത് കളഞ്ഞോ? നീ ഒരെണ്ണം മേടിച്ചോളോ? ഓക്കെ, ഒരെണ്ണം മേടിച്ചോളൂ. ട്രിപ്പിൾ ഇല്ല. നല്ല ഞങ്ങളിത് ഭയങ്കര അഡിക്റ്റഡ് ആട്ടോ. എപ്പോഴും മേടിക്കും. പുറത്തോട്ട് ഇറങ്ങി അപ്പം മേടിക്കും. അതാണ് ഒരു മെയിൻ പ്രശ്നം. നമ്മൾ കോസ്കോയിലെത്തി. അങ്ങനെ കോസ്കോയിൽ കയറി ഗൈസ്. ഇത് പോർട്സ് അല്ലേ? ഈ ഗെയിൻ മേടിക്കാം. ഇത് മേടിക്കാം. പ്യൂററ്റ്സ് മേടിക്കാം. അത് പണ്ട് തുടങ്ങി മേടിച്ചു. $18 കണ്ടല്ലേ? പ്യൂററ്റ്സ് മേടിക്കാം. ഈ സാധനം കണ്ടോ? ഈ വിലേഡ ഈസി റിംഗ. ഈ സാധനം ഞാൻ നാട്ടിലേക്ക് മേടിച്ചുകൊണ്ട് വന്നിരിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് യൂസ് ചെയ്യുന്ന മോപ്പാണ്. അപ്പോൾ ഇത് ഭയങ്കര അടിപൊളിയാണ്. പക്ഷെ നമുക്ക് ഈ മോപ്പും പിന്നെ ഈ ബക്കറ്റിൽ ഇങ്ങനെ ചവിട്ടാൻ പറ്റുന്ന സാധനമുണ്ട്. ഇത് ചവിട്ടിക്കഴിഞ്ഞ് ഇങ്ങനെ വെക്കുക, ചവിട്ടുക. അപ്പോൾ അത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നു. ഭയങ്കര അടിപൊളി സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങളപ്പോൾ ഇത് വീട്ടിൽ മേടിച്ചപ്പോൾ ഞാൻ സുൽപ്പീറ്റിനോട് പറഞ്ഞു എനിക്ക് മമ്മിക്ക് ഒരെണ്ണം മേടിച്ചുകൊണ്ട് പോകണം. എന്താണ് നല്ലതായിരിക്കും. അല്ലെങ്കിൽ മമ്മി ബക്കറ്റിൽ വെള്ളം ഭയങ്കര പാടല്ലേ കഴുകുക. ഇതാകുമ്പം പിഴിയൊന്നും വേണ്ട. നമുക്ക് വെച്ച ചവിട്ടുക,
സംഭവം നല്ല ഡ്രൈ ആയിട്ട് വന്ന് നമുക്ക് തുടയ്ക്കാൻ പറ്റും. പക്ഷേ ഞാൻ ഇപ്പോൾ സുനിൽ എന്നോട് പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് കൊണ്ടുണ്ട് ആമസോണിൽ ഇതുണ്ടാവും, അത്യാവശ്യം നല്ല ബ്രാൻഡാന്ന് തോന്നുന്നു പറഞ്ഞാൽ ആമസോണിൽ നോക്കിയപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് ഞാൻ ഇവിടുന്ന് amazon.in നോക്കിയപ്പോൾ 50,000 രൂപയാണിതിന്. 50,000 റുപ്പീസ്. ഞാൻ ഒരു മോപ്പിന് 50,000 റുപ്പീസ് ആരെങ്കിലും കൊടുക്കുമായിരിക്കറിയില്ല, കൊടുക്കുമെന്ന് ഞാൻ ഞെട്ടിപ്പോയി. ഇനി ഇവിടെ നിന്ന് നോക്കി അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇവിടെ നിന്ന് നോക്കിയാൽ വില കുറവോ കൂടുതലോ അങ്ങനെ ഉണ്ടോ. ഞാൻ വെച്ചു ഞാൻ ഓർഡർ ചെയ്തിട്ട് മമ്മിയുടെ ഗൂഗിൾ പേയിൽ നിന്ന് പേ ചെയ്യിപ്പിക്കാം, ഞാൻ ക്യാഷ് ഇട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ 50,000 റുപ്പീസ്. ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറയാം, മമ്മി പറഞ്ഞാൽ ഞാൻ ഇവിടെ പറയാൻ പറ്റില്ല, അങ്ങനെയാണ്. അപ്പം ഞാൻ വെച്ചു ഞാൻ ഇവിടുന്ന് ഞാൻ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകും. ഇവിടുത്തെ $30 ഉള്ളൂ. $30 എന്ന് പറയുമ്പം നാട്ടിൽ ഇൻറ്റു 68-69 നിങ്ങൾ നോക്ക്, ചെറിയ പൈസയുള്ളൂ. 3,500 അങ്ങനെയൊക്കെ വരുള്ളൂ. പക്ഷേ നാട്ടിൽ 50,000 രൂപയുടെ മോപ്പാണ് ഇരിക്കുന്നത്. മോപ്പ് സ്വർണത്തിൻ്റെ വിലയാണിത്. സോറി. നമുക്കൊരു കോസ്കോയിൽ ഇങ്ങനെ ടേസ്റ്റിങ്സ് പറ്റും. ഞാൻ ഇങ്ങനത്തെ സ്ഥലം നോക്കി ക്ഷണിപ്പിട്ട് കൊടുക്കും. ടോയ്ലറ്റ് പേപ്പർ മേടിച്ചു, ഡിറ്റർജൻറ്റ് മേടിച്ചു. ഇനി നല്ലതാണോ? റെഡ് മാംഗോസ്, റെഡ് ഓഫ് മെക്സിക്കോ, $18. പപ്പായക്ക് എത്ര? $4. പക്ഷെ നല്ലതാണോ ഇത് എനിക്കറിയില്ല. ഇങ്ങനെ നോക്കിയിട്ട് നല്ലതാണോ നോക്കിയിട്ട് നീ വേണം ഒന്നും എടുത്തോ. എനിക്ക് വേണം പ്ലം. അല്ല എനിക്കിത് വേണം. മുട്ട എടുക്കാൻ പോവാം. എനിക്ക് സാറേ ഇതെടുക്കാം. മൈ ഗോഡ്. കോക്കനട്ട് വാട്ടർ എടുക്കാൻ പോവാണ് കേട്ടോ. $25. താങ്ക് യു സുനിൽപീറ്ററേ, താങ്ക് യു. നമ്മുടെ പർച്ചേസിങ് കഴിഞ്ഞു. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോണേ? നമ്മുടെ പാവങ്ക. ഞാൻ കഴിഞ്ഞിടയ്ക്ക് വണ്ടി ഇടിച്ചപ്പോൾ പോയ പെയിൻറ്റ് ഇത് നമ്മൾ വാൾമാർട്ടിലെത്തി. നമുക്കിനി ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി കയറാം. ഗാർഡൻ സെൻറ്ററിൽ പോയി കയറാം. ഓക്കെ, സോ ഗുഡ്. ഇതാണ് ഹെവൻ. ഏതാ മേടിക്കുക? മുല്ലപ്പൂല്ല അല്ല, ജാസ്മിൻ. ഞാൻ ചിലരുടെ ജാസ്മിൻ മേടിക്കുന്ന കാണാറുണ്ട്. വേണ്ടേ? ഹോം ഡിപ്പോ തന്നെ നോക്കാം. ബാന്നാ എങ്ങനെയാ കയറണ? ഇതുവഴി ഉണ്ടോ? ഓ, ഐ ഡിഡ്ന്റ് നോ ദിസ്. ഓ, കുഞ്ഞി പിള്ളേരുടെ നോക്കി. ഓ മൈ ഗോഡ്. banana boat. Bah, I like to. പിന്നെ എൻ്റെ പാഡ് ഞാൻ ഇതായിട്ട് ഉപയോഗിക്കുന്നത്. മാത്സ് പ്രൊട്ടക്ഷൻ ഭയങ്കര വലുതുമാണ്. നമുക്ക് ലീക്ക് പ്രൂഫ് ആണ്, ആവില്ല എന്ന് ആണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ എല്ലാം ഉണ്ട്. കാണിക്കണം. നമുക്കിത് ഷാമ്പൂ മേടിക്കണം. അല്ല, നീ മേടിച്ചോ. വേണ്ട. ഷാമ്പൂ ഏത് മേടിക്കണം എന്ന് എനിക്ക് വലിയൊരു ഇതില്ല. സ്ട്രെസ് റിലീഫ് ബോഡി വാഷ് ആണല്ലോ. ഷാമ്പൂ ഒക്കെ എവിടെ? വേർ ആർ ദ ഷാമ്പൂസ്?
ഷാമ്പൂ ഇപ്പുറത്തുണ്ടോ? ഇപ്പുറത്തില്ലായിരുന്നല്ലോ. ഇവിടെയുണ്ടോ? ഷാമ്പൂ ഇവിടെ ഉണ്ട്. ഷാമ്പൂസ് ഹിയർ. ഞാനിപ്പോൾ ഒരെണ്ണം യൂസ് ചെയ്യുന്നത് റെഡ് കെല്ലിൻ്റെ ആണ്. അത് കളറിങ്ങിൻ്റെ ആണ്. പക്ഷെ എനിക്ക് അത് പെട്ടെന്ന് തീർക്കാൻ പറ്റില്ല, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. $80 ആണ്. ഞാനപ്പം ഹെർബൽ എസൻസിൻ്റെ എനിക്കിഷ്ടമാണ്. ഹെർബൽ എസൻസിൻ്റെ ഹെമ്പോ അങ്ങനെ എങ്ങാണ്ട് പറഞ്ഞു പണ്ടൊരെണ്ണം ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പാൻറ്റീൻ്റെ എനിക്കിഷ്ടമാണ്. നമുക്ക് ഇവിടെ ഗാർണിയർ യൂസ് ചെയ്ത് നോക്കിയാലോ, ഫോർ എ ചേഞ്ച്. ഗാർണിയർ ഞാൻ നോക്കട്ടെ, ഞാൻ കണ്ടുപിടിച്ചിട്ട് ഏതെടുക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇത് മേടിക്കാന്ന് വെച്ചാൽ ഞാൻ ഇതും അല്ല, ഈ റോസ് എൻ്റെ പൊന്നെ, ഞാൻ റോസ്മേരിയുടെ ഇതും പിന്നെ മറ്റേ ഹെർബൽ എസൻസും മാറി മാറിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഹെമ്പിൻ്റെ രണ്ടും തീർന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഒരു വ്യത്യാസത്തിന് ഞാൻ കാസ്റ്റർ ഓയിൽ നോക്കാം. ഞാൻ കാസ്റ്റർ ഓയിൽ ഒന്ന് മേടിക്കണം എന്ന് വിചാരിച്ചിരിക്കും. എൻ്റെ ഐബ്രോസിലും തേക്കണം. ഐബ്രോസ് ഞാൻ പണ്ട് ചെയ്തിട്ട് എനിക്ക് വളർന്നിട്ടുണ്ട്. പാൻറ്റീൻ്റെ എടുക്കാം. ഓക്കെ, കണ്ടീഷണർ എനിക്കുണ്ട്. റെഡ് കണ്ട ഒരു വലിയ ബോട്ടിൽ കണ്ടീഷണർ എനിക്കുണ്ട്. ഓൾ റൈറ്റ് ബഡീസ്. പിന്നെന്താണ് ഉള്ളൂ. നമ്മളിനി ശില്പിയുടെ ഇഷ്ടമുള്ള സെക്ഷനിലേക്ക് പോവാണ്. ശില്പിയുടെ ഞാൻ തൊട്ട് തലോടി പോകാൻ ഇഷ്ടമാണ് ഈ സാധനങ്ങളിലൊക്കെ. നമ്മളങ്ങനെ പോവുകയാണ്. നമ്മളിനി ഹോം ഡിപ്പോയിലേക്ക് പോവാം. ഇവിടെ തന്നെയാണ് ഹോം ഡിപ്പോ എവിടെയാണെന്നറിയോ? ഞാൻ കാണിച്ചു തരാം. ആ ഓറഞ്ച് കണ്ടോ? അതാണ് ഹോം ഡിപ്പോ. നമ്മൾ ഹോം ഡിപ്പോ ക്യാൻസൽ ചെയ്തു ഗൈസ്. ഹോം ഡിപ്പോ പോകണില്ലെന്നുള്ളത് മണ്ണ് മേടിക്കാൻ. ചെടി നോക്കാൻ പോന്ന ഗൈസ്. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി, ഉടനെ ഇവിടെ തന്നെ ഹോം ഡിപ്പോ ഉണ്ട്. ഈ കാറ് കണ്ടോ? നൈസല്ലേ? നോക്കിയ ചെടികളുടെ പൂരം. മൈ ഗോഡ്, ദൈവമേ, എനിക്ക് നല്ലൊരു ചെടി കിട്ടണേ. ഒരു പീസ് ലില്ലി വേണം, ഒരു ബാമ്പു വേണം, കുറേ വേണം. പക്ഷെ എല്ലാത്തിനും ഇവിടെ ഭയങ്കര വിലയാണ്. നമ്മുടെയൊക്കെ വീട്ടിലിരിക്കുന്ന ചെടികളുടെ നോക്കുമ്പോൾ നമുക്ക് ലക്ഷക്കണക്കിന് ചെടികളെന്ന് വിചാരിക്കും. അങ്ങനെയാണ്. എന്തുവാ ഇവരെന്തോ ഒരു റോസറാ. മൈ ഗോഡ്, നോക്കടാ. പക്ഷെ ഇത് വെറുതെ കമ്പൂത്തി വെച്ചേക്കാ. നോക്കിയേ, കണ്ടാ? ഇതിലൊരെണ്ണം അങ്ങോട്ട് പുഷിയാലോ. മഞ്ഞ റോസ് എടുക്കാം. എടുത്ത് മറ്റേ റോസാടാ. ഇത് റോഡിലൊക്കെ വളരുന്ന റോസാ. ഹായ്. അത് ഏതായിരിക്കും കളറ്? പൂവ് മഞ്ഞ യെല്ലോയാ. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, വീടിൻ്റെ അകത്തെ റോസ് വെച്ചാല് എങ്ങനെയാ ഉണ്ടാവും? ഓ മൈ ഗോഡ്, ദിസ് ഈസ് ബ്യൂട്ടിഫുൾ. ദിസ് ഈസ് ബ്യൂട്ടി. എന്തോ പനിനീർ റോസാ. ഇത് മേടിക്കാ. ഓ, ഇതിനാണ് ഏറ്റവും കൂടുതൽ സ്മെല്ലൊക്കെ ഉണ്ടാവാറ്. ഞങ്ങൾ വീട്ടിലുണ്ട് പനിനീർ റോസ മേടിച്ചാൽ. മണത്തൊക്കെ ആ മണം ഇതിനുണ്ടാവില്ല. ഇല്ല, കണ്ടാ? ഇതിനാണ് മണമുള്ളത്. ഇതെടുത്താലോ? ഓക്കേ. അല്ലല്ല, പനിനീർ റോസ് വേറെ. ഇത് വേറെ. പനിനീർ റോസ് കാണാൻ വലിയ
പോസ്റ്റ് ലുക്ക് ഉണ്ടാവില്ല. എടി ഇതൊക്കെ ഈ മൊട്ട് വളർന്നു കഴിഞ്ഞാൽ, അതാന്ന് ജിതിൻ ചേട്ടൻ പറഞ്ഞു, മൊട്ട് വളർന്നു കഴിഞ്ഞാല് പരിപാടി കഴിഞ്ഞു. ഓ ഇത് അപ്പാപ്പന്മാരാട്ടാ, അപ്പാപ്പന്മാരാണ്. ബുദ്ധിമുട്ടുകൾ പറഞ്ഞത്. കുഞ്ഞു റോസ് കുഞ്ഞു മുട്ട. ഇതിനെത്രയാ? 32. പക്ഷെ വളരുമ്പോ നമ്മുടെ വീട്ടില് മണം വേണം. മുല്ല ഉണ്ടാവോ സുനി? മണം കിണൊന്നും ഉണ്ടാവില്ല മോളെ. പിന്നെ മണമൊക്കെ വേണം. ഏതാ വള്ളിച്ചെടി പറഞ്ഞ? ഇതെന്താ മുന്തിരിയ? അയ്യേ ഇതൊന്നും വേണ്ട. നോക്കി, ഇതൊരു സ്വർഗമല്ലേ? ഓ നോക്കിയേ, ഇതല്ലേ മറ്റേ ചെടി? ഇതെന്തെന്ന് പറയണ അറിയില്ല കേട്ടോ, എനിക്കറിയില്ല. എനിക്കറിയില്ല. നമ്മൾ റോസ് വേണോ വേണ്ടെന്ന് ആലോചിച്ചിരിക്കും. നമുക്ക് നമ്മൾ അപ്പാർട്ട്മെന്റിലായതുകൊണ്ടേ നമുക്ക് ബാൽക്കണിയും ഇല്ല. അല്ലെങ്കിൽ നമുക്ക് മിന്റാണത്. എത്രടാ മിന്റിന്? 22. ആരുള്ളോ? മേടിച്ചാലോ? ഓ നല്ല മണം. പീസ് ലില്ലി പക്ഷെ അളിഞ്ഞതാണല്ലോ ഓൾറെഡി. ആന്തൂരിയാണിത്. ഇത് ഞങ്ങളുടെ അവിടെ ഉണ്ടടാ. ഈ മണത്തോക്കിയേ, മണത്തോക്കിയേ. പിന്നെ നല്ല മണ്ണില്ലേ? ഓ ഫുൾ സൺ അല്ല. ഒന്ന് ആന്തൂര്യം ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് മേടിച്ചത്. ഭയങ്കര എക്സ്പെൻസീവ് ആണ് ചെടികളുണ്ട്. നമ്മള് ആന്തൂര്യം മേടിച്ചിട്ടുണ്ട്, പിന്നെ ഒരു റോസ് മേടിച്ചിട്ടുണ്ട്. എന്റെ കൺമശിയൊക്കെ പടർന്നു. കുഴപ്പമില്ല. അപ്പൊ ഞങ്ങള് ചെടികളൊക്കെ മേടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഒന്നുമില്ല. മണ്ണ് മേടിച്ചില്ല, മണ്ണ് മേടിക്കണം. പിന്നെ മണ്ണും മേടിക്കണം. പിന്നെ എന്തോ സാധനം മേടിക്കണമായിരുന്നല്ലോ, ചട്ടി, വളം ഒക്കെ മേടിക്കണമായിരുന്നു. പക്ഷെ മേടിച്ചില്ല. കുഴപ്പമില്ല. എന്തായാലും ഇപ്പോൾ ഉള്ള ഞാൻ ഹാപ്പിയാ. വീട്ടിൽ പോയി 2 ചെടികൾ. അപ്പൊ 2 ബേബീസ് ഓൾറെഡി എന്റെ വീട്ടിലുണ്ട്. ഇപ്പൊ +4 ബേബീസ് ആയിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് ഡോൾറാമേ പോവാട്ടോ. എനിക്ക് ചട്ടി മേടിക്കണം. അത് ചെറിയ ചട്ടി, റോസ്റ്റയുടെ ചട്ടി ഇച്ചിരി ചെറുതാണ്, സീനാണ്. ആന്തൂര്യം ക്യാൻ സർവൈവ് ആ ചട്ടിയിൽ. പക്ഷെ ഇത് എനിക്ക് ഇറക്കി വെക്കാം ഒരു ഭംഗിക്ക് വേണ്ടി. ചട്ടി മേടിക്കണം. കാണിച്ചതാവേ. ഇവിടെ എത്തിയിട്ടുണ്ട്, ഡോളറാമയിൽ എത്തിയിട്ടുണ്ട്. എന്ത് രസമല്ലേ? ഇതൊരെണ്ണം മേടിച്ച് തൂക്കിട്ടാല. സമ്മറല്ലേ? എത്രയാ? $5. ഒരു സമ്മർ വൈബ് വേണ്ടേ വീടായാൽ? ചട്ടി കിട്ടി. ദിസ് ഈസ് ദ ഫൺ. നമ്മളെടുത്തേക്കുന്നത് ഇതെടുക്കാം. ദിസ് ഈസ് ഗുഡ്. ഗ്രീൻ വേണോ ബ്ലൂ വേണോ? ഗ്രീൻ മതി. നമുക്ക് വീട്ടിലൊരു ഗ്രേഷ് ഉണ്ട്, ഇതെടുക്കാം. ഇതിന് എത്രയാന്ന് നോക്കട്ടെ. 450. ഓക്കെ, ഇത് മതി. ഇത്രേ ഉള്ളൂ. ഞാൻ വേറെ ഒന്നും മേടിച്ചിട്ട് ഈ ചട്ടിയും പിന്നെ ഒരു വാഷ്റൂമിലേക്കുള്ളൊരു കർട്ടനും മേടിച്ചു. വേറൊന്നുമില്ല. നമ്മൾ പിന്നെയും ഡോൾറാമിലേക്ക് പോവാണ്. 2 ചട്ടിയിട്ട് വേണം. എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു മറ്റേ ആന്തൂര്യത്തിൻ്റെ സംഭവം, ആന്തൂര്യത്തിൻ്റെ ചട്ടി ഭയങ്കര വലുതാണ്, അപ്പോൾ ഈ ചട്ടികളിലേക്കൊന്നും കയറില്ല എന്ന് വെച്ചാൽ ഇത് വെറുതെ ഇറക്കി വെക്കുള്ളൂ ഒരു ഭംഗിക്ക്. പക്ഷേ ഐ വാസ് റോങ്. ഞാൻ റോങ് ആയിരുന്നു. ചെറിയ ചട്ടിയാണ്.
സോ ലെറ്റ്സ് ബൈ വൺ മോർ. ഒരു ഇതിൽ വൈറ്റ് ആണോ, ശരിക്കും പിങ്ക് ആട്ടോ, പിങ്കാണ് കളർ, പൗഡർ പിങ്ക് കളർ. ഇത് മതി. രണ്ട് ചട്ടീസായിട്ട് നമ്മൾ പോവുകയാണ്. നമ്മളിനി ബെസ്റ്റ് പേയിലേക്ക് പോവാണ്. നോക്കട്ടെ, എനിക്ക് ഉറക്കം വരുന്നു. ആണോ? പക്ഷെ ഞാൻ ഉറങ്ങില്ല. ഇപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് രാത്രി ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബെയിൽ കയറി ഗൈസ്. ഇത് സുൽപീറ്ററിനെ അഴിച്ചു വിട്ടാൽ സുൽപീറ്ററിലൊന്നും വിളയാടുന്ന കടയാണിത്. നമ്മളുടെ എനിക്ക് ട്രൈപോഡ് വെക്കാൻ വന്നതാണ്. നോക്കണ്ട, വിളയാടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്നെ എന്തെങ്കിലും വേണോ? ചേച്ചി മേടിച്ചു തരാടാ. നമ്മൾ ഉദ്ദേശിച്ച ട്രൈപോഡ് ഇവിടെ ഇല്ല. One eternity later. എന്താട്ടോ സംഭവിച്ചത്? അവര് എന്തിനും എടുത്തോ? നോക്ക്, രണ്ടുപേര് കിളി പോയിട്ട് കടയിൽ കയറിയിട്ട് പിന്നെ സ്ലീപ്പ് ആൻഡ് ഫിറ്റ്നസ്. ഓ, ഈ റിങ്ങാണ് അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ കാണുന്നത്. ഓക്കെ 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 ഓക്കെ, ഐ സി. ഇവിടെ ഞാൻ ചിലവരുടെ കയ്യിലൊക്കെ ഇത് കാണാറുണ്ട്. അയ്യോ, നോക്കി, കമ്മിങ് സൂൺ റിംഗ് ബോട്ട്സ് ഒക്കെ. ഓ ക്യൂട്ട്, ദാറ്റ് ഈസ് ക്യൂട്ട്. ഞാൻ ഇറങ്ങി, ഒന്നും മേടിച്ചില്ല, സെറ്റായില്ല. അങ്ങനെയാണ് ഇത്. നോക്ക്, ഞാൻ ഇത് കാണിക്കാനാണ് വന്നത്. ലുക്ക് അറ്റ് ദിസ്, ലുക്ക് അറ്റ് ദിസ്. ജസ്റ്റ് മണം അങ്ങനെ പ്രത്യേകിച്ചൊരു ചെറിയൊരു മണമുണ്ട്. നോക്കി, കൊല പോലെ തൂങ്ങിക്കിടക്കണം. നോക്കി, ഈശ്വര, അവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് സമ്മറായി കഴിഞ്ഞാൽ ഇവിടെ നല്ല രസമാണ് കാണാൻ. അയ്യോ, ഒരു കാറവിടെ. ആ, ഒരു മിനിറ്റ്. ഇല്ല, അപ്പോൾ സുൽപീറ്റർ പ്രദേശ് ചെടികൾ ഇങ്ങനെ പ്രൂൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൂണിങ് സുന്ദരനായിട്ടുണ്ടല്ലോ ഇവിടുന്ന് നോക്കുമ്പോൾ ഈ ആംഗിൾ. അതിൻ്റെ മറ്റേ 2 ബേബീസ് ഞാൻ കാണിച്ചത് കേട്ടോ. അതാണ് എൻ്റെ 2 ബേബീസ്, ഞാൻ വളർത്തിക്കൊണ്ടുവന്ന എൻ്റെ ബേബീസ്. അപ്പോൾ നമ്മുടെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ, ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗായിരുന്നു. എനിക്കറിയാം, ഒന്നും പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാം ഒന്ന് കാണിക്കണം. ഞാനിങ്ങനെ കാണാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പോവാത്ത സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ആൾക്കാർ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ സാധനങ്ങളൊക്കെ കാണാൻ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബൈ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.